मुच्यते कर्मबन्धने എന്നിരുന്നാലും വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ഭക്തിയും സേവയും ഒരിക്കലും മറന്നില്ല. ജാംനഗറിൽ ഭഗവാൻ ശിവന്റെയും മാതാ പാർവതിയുടെയും അനുഗ്രഹങ്ങൾക്കായി അംബാനിമാർ ഒരു പ്രത്യേക ശിവശക്തി പൂജ നടത്തി. പതിറ്റാണ്ടുകളായി അവർ ചെയ്തതുപോലെ പ്രാദേശിക സമൂഹത്തെ ആദരിക്കുന്നതിനായി അവർ ഉദാരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. പ്രദേശത്തെ 51,000 ആളുകൾക്ക് സൽക്കാരവും നൽകി. मेरे दादी जामनगर के रहवासी है और मैं शादी इसीलिए कर रहा हूँ क्योंकि उनका घर यहाँ है और हमारा भी, हम गुजरात के हैं. Jamnagar became the Karm Bhumi for my father and me, a place where we found our mission, passion and purpose. Jamnagar was a totally barren land. It was a desert 30 years ago. What you see now is the realization of Dhirubhai's dream. റിലയൻസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വൈകാരികമായ ചടങ്ങ് കൂടി നടന്നു. 50 നിർധന ദമ്പതികൾക്കായി ഒരു സമൂഹ വിവാഹം. വിവാഹ വസ്ത്രം, ആഭരണങ്ങൾ, പരമ്പരാഗത ആചാരങ്ങൾ തുടങ്ങി എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അംബാനിമാർ ഉറപ്പുവരുത്തി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ദമ്പതികളുടെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായ 1200 പേർ ഒരു സ്വകാര്യ പരിപാടിയിൽ ആതിഥേയത്വം വഹിച്ചു. ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, DJ ഡേവിഡ് ഗൊറ്റ, പോപ്പ് ഇതിഹാസം കാറ്റി പെറി എന്നിവരുടെ അപ്രതീക്ഷിത പ്രകടനങ്ങൾ അവിടെ നടന്നു. ആഘോഷങ്ങൾക്കൊപ്പം തങ്ങളെ നയിക്കുന്ന മാർഗദീപത്തിൽ നിന്നും വഴിമാറിയില്ല ഒരു ചടങ്ങ് പോലും. വിവാഹ നാൾ വരെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകി. അനന്തിനെയും രാധികയെയും അനുഗ്രഹിച്ച സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്കുള്ള പ്രസാദം.